ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 25-ാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പതുപോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടുകൂടി ആരംഭിക്കാം. വിശുദ്ധ ഫെർമിനെയാണ് ഇന്ന് തിരുസഭ ഓർമ്മിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വാക്യങ്ങൾ. നിങ്ങളിൽ ലോകം എങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് ജീവിതം ഒഴിഞ്ഞ ഒരു വിശുദ്ധൻ, ഒരുപാട് പേർക്ക് സുവിശേഷത്തിൻ്റെ ദീപനാളം പകർന്ന വിശുദ്ധൻ. അദ്ദേഹം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് പോലെ, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. അതുപോലെ മത്തായിയുടെ സുവിശേഷം 4:17 നമ്മൾ വായിക്കുന്നത് പോലെ, അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. അവിടെ മാത്രമല്ല, അപ്പോസ്തല പ്രവർത്തനം 13:15 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് ഇപ്രകാരം പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളിൽ ആർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ അപ്പോസ്തല പ്രവർത്തനം 28:31 അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, പ്രത്യാശ വ്യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. പ്രത്യാശ തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ചൈനയിൽ സുവിശേഷ വേല ചെയ്ത ഹഡ്സൺ ടൈലറെ പറ്റിയുള്ള കഥ ഇങ്ങനെയുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയെക്കുറിച്ച് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറയുന്നുണ്ട്, ഈ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനമില്ലേ? മറുപടിയായി ഹഡ്സൺ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. രോഗി സൗഖ്യം നടക്കുമ്പോഴും പൈശാചിക ബന്ധനങ്ങൾ മോചിപ്പിക്കപ്പെടുമ്പോഴും സുവിശേഷ ദീപ്തി പ്രചരിപ്പിക്കുന്ന അവസ്ഥ ഇന്നത്തെ വായനകളും അത്തരത്തിൽ ചിന്തയാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ചും അതിൻ്റെ പ്രഘോഷണത്തിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. 1-ാം വായന ദാവീദിൻ്റെ വിജയകീർത്തനം, അതായത് 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 31-ാം വചനത്തിൽ വായിക്കുന്ന പോലെ, ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് എന്നതും മോശ നിയമാവർത്തന പുസ്തകം 4 പറയുന്ന വിവരണങ്ങളും ഉൾച്ചേർന്നതാണ് ഇന്നത്തെ ദാവീദിൻ്റെ വിജയകീർത്തനം. ഇതിൻ്റെ പ്രമേയമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് പരിചയമാണ് എന്ന വസ്തുത വരച്ചു കാട്ടുന്നുണ്ട്. സങ്കീർത്തനം 119 ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന 105-ാം വചനത്തെയും 119 105-ാം വചനത്തെയും 119 പറയുന്നത് പോലെ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ് എന്ന വസ്തുതയും എടുത്തു കാട്ടുന്നു. ശതാധിപൻ്റെ കഥയാണ് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെ നമ്മൾ വായിക്കുക. ലൂക്കായുടെ സുവിശേഷം വിജാതീയ റോമാക്കാരനായ ശതാധിപൻ്റെ വിശ്വാസം എടുത്തു കാട്ടുന്നു. നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. യഹൂദർ വിജാതീയ ഭവനങ്ങളിൽ പ്രവേശിക്കുന്നത് അനുവദനീയമല്ലായിരുന്നു. യഹൂദനായ ഈശോ വിജാതീയനായ തൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ശതാധിപൻ്റെ എളിമ അനുവദിക്കുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കേണ്ടത് വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെയാണ് എന്നുകൂടി ശതാധിപൻ ജീവിതം കൊണ്ട് കാണിക്കുകയാണ്. ജീവിതം മൊത്തത്തിൽ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമാകണം എന്ന വസ്തുത. ഒരു യഹൂദനായി ജനിച്ച് ഒരു കാൽവിനിസ്റ്റായി വളർന്ന് ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും യോഗാഭ്യാസത്തിലും മാറി മാറി ദൈവത്തെ തേടി അലഞ്ഞ് അവസാനം 1971 ഒരു കത്തോലിക്കനായി തീർന്ന് സെബാസ്റ്റ്യൻ ടെബിൾ എന്ന് പറയുന്ന ഹോളിവുഡിലെ സുപ്രസിദ്ധ ഗിത്താർ വിദഗ്ധനുണ്ട്. തൻ്റെ മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്, ഇന്നത്തെ യുവതലമുറ ആഗ്രഹിക്കുന്നതെല്ലാം കത്തോലിക്ക സഭയിലുണ്ട്, എന്നാൽ അത് ആകർഷണവും ലളിതവുമായി ജീവിതത്തിൽ പകർത്തി കാണിക്കുവാൻ മുതിർന്ന തലമുറ പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, സുവിശേഷമായി മാറാനാണ് ഇന്നത്തെ വായനകൾ നമ്മളോട് പറയുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നത് ഒരു വശം, അതുപോലെ സുവിശേഷം ജീവിക്കുക. അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.